അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി മൂഫീന അഹ്ദഹു. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു തആലയെ സൂക്ഷിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. ഖുർആനിൻ്റെ വാർഷിക ആഘോഷത്തിലാണ് നാം എല്ലാവരും. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം പകലുകളിൽ ഭക്ഷണപാനീയ ഭോഗങ്ങൾ വെടിഞ്ഞും രാത്രികളിൽ സുദീർഘമായി നാഥനെ വണങ്ങിക്കൊണ്ടുമാണ് വിശ്വാസികൾ ഈ മാസത്തെ ആഘോഷമാക്കുന്നത്. ഖുർആൻ പഠനത്തിന് ഈ മാസത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഖുർആൻ ഹുദൽ ലിന്നാസ് ആണ്, അഥവാ ജനങ്ങളുടെ മാർഗദർശിയാണ്. വഴി അറിയാത്തവർ വഴികാട്ടിയെ വേണ്ട വിധം മനസ്സിലാക്കിയാൽ മാത്രമേ വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുകയുള്ളൂ. അപകടങ്ങളില്ലാതെ വളരെ എളുപ്പത്തിലും സുഖകരമായും ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് വഴികാട്ടുന്ന കുറ്റമറ്റ ഒരു ഗൈഡാണ് ഖുർആൻ. ഖുർആനുമായി നമുക്ക് പ്രധാനമായും 4 ബാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന നിലയിൽ അറബിയിൽ വെറുതെ പാരായണം ചെയ്യുന്നത് തന്നെ പ്രതിഫലാർഹമായ കാര്യമാണ്. ഖുർആനിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്യുന്നതിന് 10 നന്മ അഥവാ പ്രതിഫലം ലഭിക്കുന്നതാണ്. 2, തഅലീമുൽ ഖുർആൻ, ഖുർആൻ പഠനം. ഖുർആൻ അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടതിനാൽ ഖുർആനിൻ്റെ സംബോധന അനറബികളായ നമുക്ക് മനസ്സിലാവുകയില്ല. ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ളവർ എഴുതിയ ഖുർആൻ വ്യാഖ്യാനങ്ങൾ വായിച്ച് നാം ഖുർആനിനെ പഠിക്കണം. ഖുർആൻ പഠനത്തിൻ്റെ പ്രത്യേകത നമുക്ക് പിന്നാലെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. 3, അൽ അമലു ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യൽ. മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഖുർആൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതിനാൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ ഖുർആൻ അനുസരിച്ച് ചിട്ടപ്പെടുത്തണം. ജനനം മുതൽ മരണം വരെ, ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഖുർആൻ ആയിരിക്കണം നമ്മുടെ വഴികാട്ടി. 4, അത്തദബ്ബുറു ഫിൽ ഖുർആൻ, ഖുർആനിനെ പറ്റി ചിന്തിക്കുക. മനുഷ്യ നാഗരികത നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. പുതിയ തലമുറയുടെ ചിന്തകളും സമീപനങ്ങളും നാൾക്ക് നാൾ വ്യത്യാസപ്പെടുന്നു. 1500 വർഷങ്ങൾക്കപ്പുറം നാഥൻ നൽകിയ സന്ദേശം പുതുമയോടെ ഇന്റർനെറ്റ് ഈ യുഗത്തിലും ഉയർന്നു നിൽക്കുന്നു. ഖുർആൻ എന്നും ഉന്നതിയിലാണ്, അതൊരിക്കലും പരാജയപ്പെടുകയില്ല. അതിൻ്റെ പ്രഭ റഹ്മാനായ അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അത് മനുഷ്യർക്ക് നാഥനിൽ നിന്നുള്ള രേഖയുമാണ്. ഈ 4 രീതിയിലൂടെ ഖുർആനിനെ സമീപിക്കുമ്പോൾ ഖുർആൻ സന്മാർഗമായി, പ്രകാശമായി, മാർഗദർശമായി, രോഗശാന്തിയായി നമുക്ക് ആസ്വാദ്യമാകും. അള്ളാഹുവിൻ്റെ മനുഷ്യരോടുള്ള വർത്തമാനമാണ് ഖുർആൻ. അള്ളാഹു എന്താണ് എന്നോട് പറയുന്നതെന്നറിയാൻ ഖുർആൻ നാം ഓരോരുത്തരും പഠിക്കണം. മാതൃഭാഷകൾക്ക് പുറമെ എത്രയോ ഭാഷകൾ നാം സ്വായത്തമാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയാത്തവർ നമുക്കിടയിൽ വളരെ വിരളമായിരിക്കും. പക്ഷേ ഖുർആനിൻ്റെ ഭാഷയായ അറബി പഠിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇനി അറബി ഭാഷ പഠിച്ചില്ലെങ്കിലും ഖുർആൻ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും അനേക ഭാഷകളിൽ എന്ന പോലെ മലയാളത്തിലും ധാരാളം ലഭ്യമാണ്. ഈ 4 രീതിയിലൂടെ ഖുർആനിനെ സമീപിക്കുമ്പോൾ ഖുർആൻ സന്മാർഗമായി, പ്രകാശമായി, മാർഗദർശിയായി, രോഗശാന്തിയായി നമുക്ക് ആസ്വദിക്കാനാകും. അള്ളാഹുവിൻ്റെ മനുഷ്യരോടുള്ള വർത്തമാനമാണ് ഖുർആൻ. അള്ളാഹു എന്താണ് എന്നോട് പറയുന്നത് എന്നറിയാൻ ഖുർആൻ നാം ഓരോരുത്തരും പഠിക്കണം. മാതൃഭാഷകൾക്ക് പുറമെ എത്രയോ ഭാഷകൾ നാം സ്വായത്തമാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയാത്തവർ നമുക്കിടയിൽ വളരെ വിരളമായിരിക്കും. പക്ഷേ ഖുർആനിൻ്റെ ഭാഷയായ അറബി പഠിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇനി അറബി ഭാഷ പഠിച്ചില്ലെങ്കിലും ഖുർആൻ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും അനേക ഭാഷകളിൽ നിന്ന പോലെ മലയാളത്തിലും ധാരാളം ലഭ്യമാണ്. നമുക്ക് സമയബന്ധിതമായി ഖുർആൻ പഠിക്കാനുള്ള ശ്രമം ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ തന്നെ തുടങ്ങാമല്ലോ. ഒരു ദിവസം കുറഞ്ഞത് 1 ആയത്ത് വീതം പഠിക്കാൻ ശ്രമിച്ചാൽ പോലും ഏതാനും വർഷങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതേ ഖുർആനിലെ ആയത്തുകൾ.
ആകെയുള്ള 6236 ആയത്തുകളിൽ അധിക പദങ്ങളും ആവർത്തനങ്ങളാണ്. ഖുർആൻ പഠനം വളരെ എളുപ്പമാണെന്ന് ഖുർആൻ തന്നെ ആവർത്തിച്ച് ഉണർത്തുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനെ നാം ഉത്ബോധനത്തിനുള്ള ലളിത മാർഗമാക്കിയിരിക്കുന്നു. ഉത്ബോധനം സ്വീകരിക്കാൻ വല്ലവരുമുണ്ടോ? ഖുർആനെ സംബന്ധിച്ച് തെറ്റായി മനസ്സിലാക്കിയിരുന്ന ഫ്രഞ്ച് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ജോറം വാൻ ക്ലവേൻ ഖുർആൻ ഈസ് എ പോയ്സൺ എന്ന ഒരു പുസ്തകം എഴുതുകയും ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കൂടുതൽ വിമർശനങ്ങൾക്കായി അദ്ദേഹം ഖുർആൻ പഠിക്കാൻ തയ്യാറായി. വിമർശനത്തിനായി ഖുർആൻ പഠിച്ച ക്ലവേൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ഖുർആനിന്റെ പ്രചാരകനായി മാറുകയും ചെയ്തു. ഖുർആനിനെ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒട്ടനവധി ആളുകൾക്ക് ഖുർആൻ നേർവഴിയിലേക്കുള്ള വെളിച്ചമായിട്ടുണ്ട്. ഈ റമദാനിൽ ഖുർആനിന്റെ ആശയതീരത്തിലൂടെ സഞ്ചരിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.